ഒരു കയ്യിൽ ഖുർആനും മറുകൈയിൽ കമ്പ്യൂട്ടറും എന്ന രൂപത്തിൽ തങ്ങളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി യോഗി സർക്കാർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ജനങ്ങൾക്ക് എപ്പോഴും ബോധവൽക്കരണം ഉണ്ടാകണം, രാജ്യസ്നേഹം ഉണ്ടാകണം, രാജ്യം എന്താണ് എന്നറിയണം. ഇന്ത്യയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ അടച്ചുപൂട്ടൽ നടപടി തുടരുന്നതിനിടയിലാണ് ഇത്തരം ഒരു പാഠ്യപദ്ധതിയുമായി യോഗി രംഗത്ത് വന്നിരിക്കുന്നത്. യോഗിയുടെ പ്രവൃത്തിയായതുകൊണ്ട് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു ഇന്ത്യക്കാരനും സംശയിക്കില്ല. കാരണം ഒന്നിനും വേണ്ടി സ്വന്തം രാജ്യത്തിന് തുരങ്കം വയ്ക്കാൻ, ഒരു മതതീവ്രവാദിയെ വളർത്തിക്കൊണ്ടുവരാൻ, ഒരു തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ രാജ്യസ്നേഹിയായിട്ടുള്ള യോഗിക്ക് സാധിക്കില്ല. കാരണം തലമുറകളോളം തിന്നാനുള്ള സമ്പത്ത് പൊതു ഖജനാവിൽ നിന്നും കട്ടെടുത്ത് ഒരു കൂട്ടി വെക്കേണ്ടുന്ന ഒരു ഗതികേട് യോഗി ആദിത്യനാഥിനില്ലേ ഇല്ല. മദ്രസകളിൽ മതപഠനത്തിന് പുറമെ വിദ്യാഭ്യാസവും നിർബന്ധിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ യോഗി. അതെ, മദ്രസകളിൽ പഠിപ്പിക്കുന്നത് കുട്ടികളെ പീഡിപ്പിക്കാനുള്ള ഉസ്താദുമാരല്ല, മറിച്ച് അവർക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം. അവരെവിടെ നിന്ന് പഠിച്ചു, എന്ത് പഠിച്ചു, എന്താണ് അവരുടെ യോഗ്യത, കൃത്യമായിട്ട് യോഗി ആദിത്യനാഥിന് അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ ബിസ്മില്ലാഹി എന്ന് വിശദ പൊരുളീനർ അങ്ങനെയൊന്നും ഓതിയാൽ പോരാ. രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന വന്ദേ മാതരം പറഞ്ഞുകൊണ്ട് മദ്രസകൾ ആരംഭിക്കണം. അവസാനം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞിട്ടല്ല മദ്രസ അവസാനിപ്പിക്കേണ്ടത്. ജനഗണമന അധിനായക ജയ ഹേ. രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിക്കണം. അതുകൊണ്ടാണ് നരേന്ദ്രമോദിക്കൊപ്പം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ പേര് ഉറക്കെ പറയുന്നത്. എന്തുകൊണ്ടാണ്? വിദേശ രാജ്യങ്ങളടക്കം യോഗി ആദിത്യനാഥിനെ മോദിക്കൊപ്പം കോപ്പ് കൂട്ടാൻ എന്താണ് കാരണം? പ്രഗത്ഭനായ, രാജ്യത്തെ അറിയുന്ന, മതതീവ്രവാദികളുടെ അണ്ണാക്കിൽ പിരിവെട്ടിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു രാജ്യസ്നേഹിയാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ്. കേട്ടോ, അതങ്ങനെയേ വരൂ. അല്ലാതെ ഒരു മതതീവ്രവാദിയെ ഉൽപ്പാദിപ്പിക്കാനല്ല യോഗി ആദിത്യനാഥ് ശ്രമിക്കുന്നത്, ഒരു രാജ്യസ്നേഹിയെ ഉണ്ടാക്കാനാണ്. ആ മതതീവ്രവാദിയുടെ തീവ്രവാദം മുഴുവനും ഇല്ലാതാക്കി കളഞ്ഞ്, അലിയിപ്പിച്ച് കളഞ്ഞതിലേക്ക് രാജ്യസ്നേഹം എങ്ങനെ ഊട്ടി ഉറപ്പിക്കാം? ഇന്നലെ വരെ മദ്രസകളിൽ തീവ്രവാദികളെയാണ് ഉൽപ്പാദിപ്പിച്ചിരുന്നതെങ്കിൽ, സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് ചിതറിത്തെറിപ്പിക്കാൻ പാകത്തിനുള്ള തീവ്രവാദികളാണ് ഉണ്ടാക്കിയിരുന്നതെങ്കിൽ, ഇന്ന് അതേ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിപ്പിക്കുന്നതിനു വേണ്ടി അതേ ആലയങ്ങളിൽ എന്തുകൊണ്ട് രാജ്യസ്നേഹികളെ ഉൽപ്പാദിപ്പിക്കാൻ പാടില്ല എന്ന് യോഗി ആദിത്യനാഥ് ചിന്തിച്ചു. ഇതുവരെ എങ്ങനെ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കാം എന്നുള്ള ശിക്ഷണം കൊടുത്തിരുന്നിടത്ത് എങ്ങനെ അമുസ്ലിങ്ങളെ സഹോദരങ്ങളായി സ്വീകരിക്കാം എന്ന പാഠ്യപദ്ധതി. എല്ലാ മദ്രസകളിലും കണക്ക് പഠിപ്പിക്കണം, സയൻസ് പഠിപ്പിക്കണം, കമ്പ്യൂട്ടർ പഠിപ്പിക്കണം, ഇത്യാദി വിഷയങ്ങൾ, ഭാഷകൾ കുട്ടികൾ പഠിക്കണം. കുട്ടികൾ പഠിക്കേണ്ടത് വിശ്വാസവും സ്വഭാവവും കർമ്മവും ചരിത്രവും ഖുർആനും ഹദീസുമല്ല. അത് പഠിക്കുന്നെങ്കിൽ അതോടൊപ്പം തന്നെ അവർ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഹിന്ദി മാത്സും ഒക്കെ പഠിക്കണം. മദ്രസകളുടെ പിന്നിൽ തീവ്രവാദം ഉൾപ്പെടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് ഇൻജക്ട് ചെയ്യുമ്പോൾ അതിനെ വിലയിരുത്തപ്പെട്ടിരുന്നത് തീവ്രവാദ ആലയമെന്നാണ്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അനധികൃതമായി പ്രവർത്തിക്കുന്ന മദ്രസകൾ യോഗി സർക്കാർ, ധാമി സർക്കാരും അടച്ചുപൂട്ടാൻ നടപടി സ്വീകരിച്ചത്. അതിന്റെ 100% യോഗി സർക്കാർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആവിഷ്കരിച്ച പദ്ധതിയിലൂടെ കുട്ടികൾക്ക് കൂടുതൽ ഗുണകരമാകുന്ന രൂപത്തിൽ ഒരു പരിധിവരെ മതത്തിനോടൊപ്പം കുത്തിനിറയ്ക്കുന്ന തീവ്രവാദം എന്ന വിഷയത്തെ ഇല്ലായ്മ ചെയ്യാനും സാധിക്കും. അതേസമയം മദ്രസകളിൽ ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി മതവിദ്യാഭ്യാസത്തോടൊപ്പം ആധുനിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇനി പഠിപ്പിക്കണം. മദ്രസകളെ NCERT സിലബസുമായി ബന്ധിപ്പിക്കുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. സർക്കാരിന്റെ ഈ തീരുമാനത്തെ മദ്രസകളിലെ 15 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നതിനൊരു കാരണമായി മാറി. ഇതിനുവേണ്ടി ഡയറക്ടർ തലത്തിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ഈ സംഘം വരും ദിവസങ്ങളിൽ പാഠ്യപദ്ധതിയെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിലബസ് ഉടൻ തന്നെ അന്തിമമായി നടപ്പിലാക്കും. നിലവിൽ 1,65,013 മദ്രസകൾ 16,513 മദ്രസകൾ
UP മദ്രസ ബോർഡുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മദ്രസകളിലെല്ലാം പഠിക്കുന്ന കുട്ടികൾക്കും ഗവൺമെന്റിന്റെ ഈ സംരംഭത്തിന്റെ പ്രയോജനം ലഭിക്കുകയാണ്. UPയിലെ മദ്രസകളുടെ ആധുനിക രൂപത്തെക്കുറിച്ച് കേന്ദ്ര സഹമന്ത്രി ഡാനിഷ് ആസാദ് അൻസാരി വാചാലനായി സംസാരിച്ചു. മുസ്ലിം സമുദായത്തിലെ യുവാക്കൾക്ക് ഒരു കയ്യിൽ ഖുർആനും മറുകൈയിൽ കമ്പ്യൂട്ടറും വേണമെന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പറഞ്ഞത് അന്വർത്ഥമാക്കുകയാണ് യോഗി ആദിത്യനാഥ്. ഖുർആനും എന്നാൽ അതോടൊപ്പം തന്നെ ആധുനിക വിദ്യാഭ്യാസ രീതികളും കുട്ടികൾക്ക് വേണം എന്ന് യോഗി. ജൂനിയർ രാമാനുജൻ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കും. ഖുർആൻ എന്ന് പറഞ്ഞാൽ മതവിദ്യാഭ്യാസവും ഇസ്ലാമിക പഠനവും കമ്പ്യൂട്ടറും എന്നാൽ ശാസ്ത്രീയ ആധുനികവുമായിട്ടുള്ള വിദ്യാഭ്യാസമാണ്. ആദ്യ ദിവസം മുതൽ ഈ ചിന്തയോടുകൂടി യോഗി സർക്കാർ ഇതുവരെ ഒരേ ദിശയിൽ സത്യസന്ധമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ രാജ്യത്തെ ആധുനികതയിലേക്ക് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മദ്രസകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പിന്നോക്ക മുസ്ലിം സമൂഹങ്ങളിൽ നിന്നുള്ളവരാണ് അധികവും. മതവിദ്യാഭ്യാസത്തിൽ ഒരു കൈകടത്തലും ഉണ്ടാകില്ല. എന്നാൽ ഇതോടൊപ്പം തന്നെ മദ്രസകളിൽ ശാസ്ത്രവും കമ്പ്യൂട്ടറും എന്നിവയൊക്കെ പഠിക്കട്ടെ. ഹിന്ദി, ഇംഗ്ലീഷ് എന്നിവ നിർബന്ധമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യൻ ആദമാണെന്നും ആദമിനിണയായി അള്ളാഹു ഹവ്വയെ സൃഷ്ടിച്ചെന്നും ഹവ്വ 20 പ്രസവത്തിൽ 40 കുട്ടികൾക്ക് ജന്മം നൽകിയെന്നും ആ കുട്ടികൾ തന്നെയാണ് പരസ്പരം വേഴ്ച നടത്തി അടുത്ത ഒരു ജനറേഷന് രൂപം നൽകിയതെന്നും മതം പഠിക്കുമ്പോൾ അവിടെ തന്നെ കുട്ടികൾ എവല്യൂഷൻ തിയറിയും പഠിക്കണം. എങ്ങനെയാണ് പരിണാമം ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇൻസെസ്റ്റ് പാടില്ല എന്ന് പറയുന്നത്, കുട്ടികൾ അതൊന്ന് പഠിച്ചോട്ടെ ഉസ്താദ്. ഇന്ന് കുട്ടികൾ പഠിക്കേണ്ടത് അമ്ലമഴയെ കുറിച്ചിട്ടാണ്, മഞ്ഞ മഴയെ കുറിച്ചിട്ടാണ്, രക്തം കിനിയുന്ന മഴകളെ കുറിച്ചിട്ടാണ്. അല്ലാതെ ഇവര് പറയുന്നത് പോലെയുള്ള ശുക്ലമഴയെ കുറിച്ചിട്ടല്ല. പബ്ലിക് വേദികളിൽ ഈ മതപുരോഹിതന്മാർ പടുവിഡ്ഢിത്തങ്ങൾ വന്ന് പറയുമ്പോൾ ഒരു മേൽക്കൂരയ്ക്കകത്ത്, ഒരു ആലയത്തിൽ, ഒരു അടച്ചിട്ട മുറിക്കകത്ത് ഈ കുഞ്ഞുങ്ങളെ കിട്ടുമ്പോൾ അവരോട് പറയാവുന്ന വഷളത്തരങ്ങളും വൃത്തികേടുകളും വിഡ്ഢിത്തങ്ങളും എത്രമാത്രം ഭീകരമായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഈ വിവരക്കേടുകൾ പഠിച്ചിട്ടാണ് കുട്ടികൾ ഒരു സമൂഹത്തെ പ്രതിനിധീകരിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത്. ശാസ്ത്രബോധമുള്ള കുട്ടികൾക്ക് പോലും ഇവരൊരു പാരയായി മാറുകയാണ്. ഒരു ഉസ്താദ് പറയുന്ന മഴയെ കുറിച്ച് കേൾക്കി, മഴക്കാലം നമ്മൾ അത് തന്നെയാണ് കേൾക്കേണ്ടത്. സുഹൃത്തുക്കളെ, അങ്ങനെ അല്ലാഹു മൂന്നാമത് ഊതുന്നതിനു മുമ്പ് പുരുഷന്റെ ബീജത്തിന് സമാനമായ കൊഴുത്ത ഒരു മഴ അതാ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കുകയാണ്. മരണപ്പെട്ട് കിടക്കുന്നവരെല്ലാം, കബറിൽ കിടക്കുന്നവരെല്ലാം അതാ മുളയ്ക്കുന്നു, എഴുന്നേൽക്കുന്നു. കമായം ബക്കലോ, ചത്തുപോയവർക്ക് കബറിൽ ഇടയ്ക്കിടയ്ക്ക് അള്ളാഹു ഇങ്ങനെ വെള്ളവും വളവും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കബറിൽ കിടന്ന് ഇവര് വളരുമായിരുന്നു. അല്ല, 6 അടിയല്ലേ ഇവര് കുഴിച്ചിട്ടത്. ഭൂമിക്കകത്ത് പിന്നെ ഇവരുടെ തല കൊണ്ട് ഭൂമി പൊളിയുമായിരിക്കും അല്ലേ, അങ്ങനെ വളരുമായിരിക്കും. ഇത് ആരോടാ ഇവരൊക്കെ ഈ പറയുന്നേ? ചത്ത് കഴിഞ്ഞിട്ട് കുഴിക്കകത്ത് കിടന്നിട്ട് ദ്രവിക്കുക അല്ലാതെ അവിടെ കിടന്ന് വളരുവാണോ ചെയ്യുന്നത്? ഇതാണ് മദ്രസകളിൽ പഠിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. മരണപ്പെട്ട് കിടക്കുന്നവരെല്ലാം, കബറിൽ കിടക്കുന്നവരെല്ലാം അതാ മുളയ്ക്കുന്നു, എഴുന്നേൽക്കുന്നു. കമായം ബക്കലോ, സസ്യലതാദികളും ചീരകളും മുളയ്ക്കുന്നത് പോലെ ഈ മഴ മുഖേന, ഈ കൊഴുത്ത ദ്രാവകം മുഖേന ആളുകളെല്ലാം എഴുന്നേൽക്കുകയാണ്. ഹദീസിൽ വരുന്നുണ്ട്, ലൈസ ശൈഉം മിനൽ ഇൻസാനി ഇല്ലാ യബ്ലാ, മരിച്ചുപോയ മനുഷ്യന്റെ എല്ലാ ഭാഗങ്ങളും നശിക്കുന്നതാണ്. ഇല്ലാ അജ്ബുൽ ദനബ്, അജ്ബുൽ ദനബ് ഒഴികെ മിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആ പാർട്ടിൽ നിന്നാണ് അല്ലാഹു പുനഃസംവിധാനം ചെയ്യുന്നത്, പുനരുജ്ജീവിപ്പിക്കുന്നത്. അജ്ബുൽ ദനബ് നട്ടെല്ലിന്റെ ഏറ്റവും താഴെ കൂർത്ത ഒരു ഭാഗമാണത്. മൃഗങ്ങൾക്ക് വാലിന്റെ അറ്റത്താണതുള്ളത്. നോക്കൂ, ബാക്കിയെല്ലാം മണ്ണ് തിന്നും. ഈ അജ്ബുൽ ദനബ് ഒഴികെ അതിൽ നിന്ന് വീണ്ടും അല്ലാഹു അവനെ സൃഷ്ടിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രത്തെ കുറിച്ച് കക്ഷിക്ക് ഭയങ്കര അറിവായിരുന്നു. മുമ്പൊരിക്കലേ ഈ ഹാരിസ് മദനി എനിക്ക് മറുപടിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ജാമിദ ഒരു കാര്യം ചെയ്യ്, 7 അജുവ ഈത്തപ്പഴം കഴിച്ചിട്ട് ചെരുപ്പൊന്നും ഇടണ്ട, പൊന്തക്കാട്ടിലേക്ക് ഇറങ്ങിക്കോളാൻ, പാമ്പ് കടിക്കത്തില്ലാന്ന്. പാമ്പ് അങ്ങനെ എന്നെ ഒന്ന് നോക്കും. അപ്പൊ നോക്കിയപ്പോ എന്റെ ശരീരത്തിനകത്ത്
ഇല്ല ചിപ്പൊക്കെ വെച്ചതുപോലെ പാമ്പിന്റെ കണ്ണിൽ അങ്ങനെ തെളിയും. അജുവ ഈത്തപ്പഴം എൻ്റെ വയറ്റിൽ കിടപ്പുണ്ട്. അപ്പൊ പാമ്പ് നിരാശനായി മടങ്ങിപ്പോകും. അതിന് മറുപടിയായിട്ട് നമ്മുടെ വട്ടപൂജ്യം അബ്ദുള്ള വന്നിട്ട് പറഞ്ഞു, അതോടുകൂടി അവിടെ ശല്യം അങ്ങ് തീർന്നേനെന്ന്. അപ്പൊ പാമ്പ് കടിക്കുമെന്നല്ല അയാൾക്ക് ഉറപ്പാ. ആരിസ് മദനിക്കും അറിയാം പാമ്പ് കടിക്കുമെന്ന്. അങ്ങനെ ഞാനൊരു പരീക്ഷണം നടത്തുമെന്ന മദനി വിചാരിച്ചത് അതോടുകൂടി തീരുമെന്ന്. ഇത്തരം വിവരക്കേടുകളാണ് മദ്രസയിൽ കുട്ടികളെ പഠിപ്പിച്ച് പുറത്തിറങ്ങുന്നതെന്ന് മനസ്സിലായില്ലേ? ഇത് പറയാനാണ് നമ്മളും ശ്രമിക്കുന്നത്. നന്ദി.